ഹായ് നമസ്കാരം. അപ്പോൾ നമ്മളിവിടുത്തെ മോൻ വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത് പോകാൻ വന്നത് നമ്മുടെ ലോങ് വേയിലേക്കാണ്. ലോങ് എന്ന് പറയുന്നത് നാഗാലാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. എന്തായാലും നമുക്ക് അങ്ങോട്ട് നീങ്ങാം. നാഗാലാൻഡിലെ കൊനിയാക്ക് എന്ന് പറഞ്ഞൊരു വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളൊരു സ്ഥലമാണ് കേട്ടോ ലോങ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഒരുപാട് ട്രൈബൽസ് കൾച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. റോഡൊക്കെ സെയിമാണ്. കുറേ മൈക്കുണാപ്പന്മാരുണ്ട് കേട്ടോ. ഈ മൈരന്മാരെ വെച്ചാൽ ഓൺ അടിച്ചിട്ട് ഇങ്ങനെ പാഞ്ഞ് വരും. ആരെ വിചാരം ഓൺ അടിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവമാണ്. നമ്മളെ വണ്ടിക്കാതെ ഓണമില്ല. എൻ്റെ ഓണ് എന്തോ ഒരു റിലേ എന്തോ പോയതാണ്, ഫ്യൂസാൻ പോയതാണ്. എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ചെക്ക് ചെയ്യില്ല. 3-4 മാസമായി. ഓണൊന്നും അടിക്കുകയില്ല. ഇങ്ങനെ പോകും. വളരെ സമാധാനപരമായ റൂട്ടാണ് കേട്ടോ. ഫുള്ള് മുളങ്കാടുകളാണ്. ശരിക്കും ഒരു ഫോറസ്റ്റിനുള്ളിലേ പോകുന്ന പോലെ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പോവാട്ടോ. നല്ല അടിപൊളി റൂട്ടാണ്. അതുപോലെ ഇവിടുത്തെ ആൾക്കാരെ മെയിൻ ഇൻകം എന്ന് പറഞ്ഞാൽ അവർ ഈ പാറയെല്ലാം പൊട്ടിച്ച് ജില്ലയാക്കി കൊടുക്കുന്ന പരിപാടി അങ്ങനെയൊക്കെയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല. ഇതിനകത്താണ് ഞാൻ പറയുന്നത്. ഈ പോകുന്ന റൂട്ടിൽ കുറേ വില്ലേജസ്, ചെറിയ ചെറിയ വില്ലേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇതൊക്കെയാണ് പരിപാടി. ഇത് BROന്റെ അണ്ടറിലുള്ള റോഡാണ്. ഓക്കെ, സാധാരണ BROന്റെ കിടുക്കാച്ചി റോഡായിരിക്കും. ഇതും മോശമൊന്നുമില്ല, പൊളിയൊന്നുമല്ല, നല്ല റോഡ് തന്നെയാണ്. വീതി കുറവാന്നുള്ളൂ കേട്ടോ. ഇടയ്ക്ക് ഒരു ബ്രിഡ്ജെല്ലാം വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പം ഉണ്ടാക്കിയാന്ന് തോന്നട്ടോ. ഇപ്പം അല്ല, കുറച്ച് പഴക്കമുണ്ട്. വണ്ടിയെല്ലാം കട്ട എൻ്റെ ബുഷെല്ലാം പോയി, എല്ലാം മാറ്റണം. ഒരു നല്ലൊരു വർക്ക്ഷോപ്പ് കിട്ടുന്നില്ല. ഒരു നല്ല ഗ്യാരേജ് കിട്ടിയെങ്കിൽ ഞാൻ എല്ലാം മാറ്റിയാണ് കേട്ടോ. ഇത് ചെയ്യാനോ. അങ്ങനെ നമ്മൾ യുച്ചിങ് എന്ന് പറഞ്ഞൊരു ഗ്രാമം എത്തിയേട്ടാ. യെസ്, ആ ഗ്രാമത്തിൻ്റെ അടുത്തെത്തി. 2 കിലോമീറ്റർ ഫുള്ള് കാടാണ്. ഈ കാട്ടിനുള്ളിലും ഇന്ത്യൻ ആർമീൻ്റെ ആൾക്കാരുണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കാരണം ഇതൊരു ബോർഡർ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ആർമിക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും. നമ്മൾ പിന്നെയും മ്യാൻമാർ ബോർഡറിലേക്കാണ് പോകുന്നത്. നമ്മുടെ 3ാമത്തെ ഇൻഡോ മ്യാൻമാർ ബോർഡർ. മിസോറാമെന്ന് നമ്മൾ സഹോദർ പോയിട്ടുണ്ടായി. മണിപ്പൂരിൽ നിന്ന് നമ്മൾ മോറെ പോയിട്ടുണ്ടായി. ഇത് നമ്മളെ 3ാമത്തെ. നാഗാലാൻഡിൽ നിന്ന് നമ്മൾ ലോങ്വ. അങ്ങനെ 3 ബോർഡറിലായി നമ്മൾ പോകുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റി മ്യാൻമാർ. ഇവിടുന്ന് എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് എൻ്റർ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. എന്തായാലും നല്ല തന്നെ. അങ്ങനെ നമ്മൾ അടുത്ത വില്ലേജിലെത്തിയിട്ടുണ്ട്. തങ്നിയോ എന്ന് പറഞ്ഞൊരു വില്ലേജ് കേട്ടോ. ഞാൻ മുമ്പിലേക്കാണ് പോകേണ്ടത്. വെറും കാടാ കേട്ടോ, ആരുമില്ല. BROന്റെ ബോർഡൊക്കെ കാണാം. അവിടെ ഇവിടെയും കുറച്ച് മിലിറ്ററിക്കാരുണ്ട്. വേറെ ആരും ഇല്ല കേട്ടോ. അടുത്ത വില്ലേജ് എത്തി. ചെറിയ കുറച്ച് വീടുകൾ കേട്ടോ, ഒരു 5-6 വീട് അത്രയേ ഉള്ളൂ. ചെറിയ വില്ലേജസ് ആണ്. പുകയെല്ലാം വരുന്നുണ്ട്, കഞ്ഞിയെല്ലാം വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് സൈഡാക്കി കേട്ടാ. അപ്പോൾ ഇതിലെ പോകുന്ന ആൾക്കാരെല്ലാം വന്നിട്ട് ചോദിക്കും, എന്തിനാ വണ്ടി നിർത്തിയേ, എന്താ കാര്യം, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ 2 ആണുങ്ങൾ വന്നു. അവർ 2 അനിയന്മാർ 2 കേരളത്തിൽ പണിയെടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ചു. അവർ പോയി. അത് കഴിഞ്ഞിപ്പോൾ ഒരു പെണ്ണുങ്ങൾ നടന്നു പോകുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കാണാം. പിന്നെ പെണ്ണുങ്ങൾ ചോദിച്ചിട്ട് എന്താണെന്ന് ഇവിടെ വണ്ടി നിർത്തിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഒന്നാമത് ബോർഡർ ഏരിയയൊക്കെയാണ്, കുറച്ച് പ്രശ്നമുള്ള ഏരിയ ആണല്ലോ. എന്തായാലും ബോർഡർ ആയതുകൊണ്ടായിരിക്കും, പുറത്തെ വണ്ടികളായതുകൊണ്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്, ഞാനിങ്ങനെ കേരളത്തിൽ നിന്ന് വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, റെസ്റ്റ് എടുത്തിട്ട് പോയിക്കോന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ടീമാട്ടോ നമ്മൾ. മര്യാദകൾ നമ്മൾ എന്താ പറയുക, നല്ല രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവരും ഭയങ്കര കമ്പനിയാണ്. അത്രയേ ഉള്ളൂ. ഗ്രാമത്തിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് പിന്നെ നമുക്ക് അധികം കത്തിടിക്കാൻ പറ്റില്ല. നോക്കട്ടെ, ഇനി ലോങ് വേയിൽ ഇന്ന് പോയി. ലോങ് വേയുടെ കഴിഞ്ഞു. അയ്യോ, എൻ്റെ ട്രിപ്പ് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിൻ്റെ ഒരു സങ്കടമുണ്ട് വല്ലാണ്ട്. ഇനി എന്ത് എന്നുള്ളത് അറിയില്ല. ഇനി എന്തെന്നുള്ളത് നോക്കാം. ഇതൊന്നും പ്ലാൻ ചെയ്ത് തുടങ്ങിയ ട്രിപ്പല്ല. അടുത്തത് അങ്ങനെ തന്നെ നടക്കുന്നത് വിചാരിക്കാം. അടുത്തൊരു വില്ലേജ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 മണിക്കൂറും കൂടെ ഉള്ളു ലോങ് വേയിലേക്ക് കേട്ടോ. എന്തായാലും പോയി നോക്കാം.
ഫുഡൊന്നും കഴിച്ചില്ല. കാരണം സ്ഥലം കിട്ടുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ പുറത്തു നേരം കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ കടലയെല്ലാം വെള്ളത്തിലിട്ടിട്ടുണ്ട്, നല്ല കടലക്കറി വെക്കാനെല്ലാം വിചാരിച്ചു. വീടുകളൊക്കെ നോക്കിയാൽ വീടിൻ്റെ തല മാത്രമേ കാണുന്നുള്ളൂ. നല്ല കൊലയുണ്ട് കൊത്ത. നല്ല ഗ്രാമമാണല്ലോ. സ്കൂളും കാര്യമെല്ലാം ഉണ്ട്. യക്ഷിയെല്ലാം വരുമ്പോൾ കാറ്റ് പോലെ ഫുള്ള് കാറ്റ് കേട്ടോ. നമ്മൾ വരുമ്പോഴത്തേക്ക് കൊടുക്കത്തെ കാറ്റും ഫുള്ള് മരത്തിൻ്റെ കൊമ്പെല്ലാം പൊട്ടിമുട്ടെല്ലാം ഉണ്ട് കുറേ. നല്ല കാറ്റ്, നല്ല കാടും ഫുള്ള് മുളയാണ്. ഇവരെ മുളേൻ്റെ പ്ലാന്റേഷനാണ് മെയിനായിട്ട് കേട്ടോ. ഇവിടുന്ന് മുള പുറത്തേക്കെല്ലാം ഈ വാർപ്പിൻ്റെ പണിക്കെല്ലാം ആയിട്ട് കുറേ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോറിക്കെല്ലാം ഇഷ്ടംപോലെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. മുളയെ ഇവിടെ ഭയങ്കര എന്താ പറയുക, ഇവരെ മെയിനായിട്ടുള്ളൊരു ബിസിനസ്സാണ്. അതിനിടയ്ക്ക് എനിക്ക് ഒരു മറ്റേ നാരങ്ങ കിട്ടി റോട്ടുമ്പോൾ കടന്നിട്ട്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ എന്താ അവസ്ഥ അറിയില്ല. കുറച്ചേ മുറിച്ചോളാം പറഞ്ഞില്ലേ, ഭയങ്കര കാറ്റാണ്. മുളയെല്ലാം ഒടിഞ്ഞു വീട്ടാ. ഇതൊക്കെ മുമ്പിൽ വേറൊന്നും കൂടി ഒടിഞ്ഞു വീട്ടുണ്ട്. കുഴപ്പമില്ല, അത് പൊക്കിയിട്ട് പോവാ. ഇല്ല കത്തിണ്ട് എൻ്റെ അടുത്ത് കൊത്ത. നോക്കിയോട്ടെ, പഴയ സിനിമയിലെ എസ്സിന്റെ മറ്റേ ആണി അയച്ചു കൊടുക്കുമ്പോൾ വരുന്നല്ലേ. ഇവിടുത്തെ കാറ്റാട്ടാ. ഓ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. അവസാനം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ലോങ്വാന്ന് ലുങ്വാന്നെല്ലാം പറയും കേട്ടോ. ഇവിടെ ലുങ്വാന്നുള്ളത് ബോർഡ്, പിന്നെ ലോങ്വാന്നാണ് ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ലോങ്വാ ടൗൺ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്കൊരു പഴയ വീട് കിട്ടി കേട്ടോ. ഞാൻ ഈ പുറത്ത് ഈ അസ്ഥിക്കൂടങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇവിടെ ജസ്റ്റ് ചവിട്ടിയതാണ്. അവരോട് കയറി കണ്ടോട്ടെ ചോദിച്ചു. കണ്ടോട്ടെ എന്നും പറഞ്ഞു. കണ്ടോന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പയ്യെ ജസ്റ്റ് കയറിയിട്ട് കാണും കേട്ടോ. होम स्टे है आपका? मैं गाड़ी में रहता है सब. നാഗാലാൻഡിലെ വീടുകളിൽ നമുക്ക് എപ്പോൾ കാണാൻ പറ്റുന്നൊരു സംഭവമായിട്ട് ഇത്. അവർ ഹണ്ട് ചെയ്ത് പിടിച്ച മൃഗങ്ങളെ തലയോട്ടികൾ കാര്യങ്ങളൊക്കെ ഇതുപോലെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും വീടിൻ്റെ പുറത്ത്. ഒരുപാടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. നമ്മളിങ്ങനെ ആലോചിക്കും എത്രയാണ്. അതുപോലെ ഇതാ ഒരുപാട് കൊത്തുപണികൾ. ഇവരെ വീടിനകത്ത് നിറച്ചും പഴയ സാധനങ്ങളാട്ടോ. ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ്, ഒരു രക്ഷയില്ല. ഇവർ എന്നെ ഞെട്ടിച്ച് കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി കളക്ഷൻസ് കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. പൊളി പൊളി. മാലകള്, പണ്ടത്തെ കസേരകള്, എന്റെ പൊന്നു. സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട പഴയ സ്റ്റോറേജ് കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അടിപൊളി. ഇവിടെ ഈ അപ്പൂപ്പൻ്റെ നല്ല കാലത്ത് അയാൾ ചെയ്ത കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആൾ ഗൈഡ് കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ പറഞ്ഞല്ലോ, ഗൈഡായിരുന്നു പണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുടെ കൂടെയുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ എല്ലായിടത്തും ഇതേപോലെ സ്കാനർ ഉണ്ടാകും കേട്ടോ. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പൈസ അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. അല്ലാണ്ട് ചോദിച്ചിട്ട് ഉള്ള എൻട്രൻസ് ഫീ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കുന്നത് അവർ വാങ്ങും, അത്രയേ ഉള്ളൂ കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലോങ് വേയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ മാക്സിമം ഇതുപോലെയുള്ള വീടുകൾ ഗ്രാമങ്ങളൊക്കെ പോയി കാണാൻ ശ്രമിക്കും കേട്ടോ. കാരണം അതായിരിക്കും ഏറ്റവും വലിയ നല്ലൊരു എക്സ്പീരിയൻസ്. വെറുതെ നമ്മൾ 0 പോയിൻ്റ് കണ്ട് ബോർഡർ കണ്ട് പോകുന്നതിന് പകരം ജസ്റ്റ് ഇതുപോലെയുള്ള വീടുകളൊക്കെ സന്ദർശിച്ച് ആൾക്കാരുടെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ്, നമുക്ക് അവരുടെ ലാംഗ്വേജ് ഒന്നും മനസ്സിലാവുന്നില്ല ഫുള്ളായിട്ട്. പക്ഷേ എന്നാലും ഞാനൊരു 2 മണിക്കൂറോളം ഈ വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ടാ. എന്തറിഞ്ഞിട്ടാന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് ഞാൻ
ഖാന ഖാന എന്ന് പറഞ്ഞു, ആ ഖാന തരാന്ന് പറഞ്ഞ് ചോറ് വരെ തിന്നിട്ടാണ് പോയത് കേട്ടോ. ഇതൊക്കെ മൃഗങ്ങളെ പല്ലും ഇതൊക്കെയാണ് കേട്ടോ സംഭവം. ഇതിങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇവരെ പഴയ കാലത്തെ കുറേ മാലകൾ, ഇവർ ഒട്ടുമിക്ക എല്ലാ മാലകളും അങ്ങനെ ഉണ്ടാവുക. മറ്റേ പുലിപ്പല്ലി എന്നെല്ലാം പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഇപ്പം സുരേഷ് ഗോപിയെല്ലാം പുലിപ്പല്ലി ഇട്ടാൽ കുഴപ്പമാണ്. എന്നാലും ഇവിടെ മറ്റേ പുലിപ്പല്ലി എന്നും പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വെട്ടി വെച്ച് കൊള്ളലായിരിക്കും. ഓ ഇതർ പല തരത്തിലുള്ള മാലകൾ കാണാൻ പറ്റും കേട്ടോ. കുറേ ഹെഡ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതൊക്കെ മറ്റേ ഹെഡ് ഹണ്ടേഴ്സിൽ ഇടുന്ന ഒരു ടൈപ്പ് സാധനങ്ങളാണ്. അവർ എത്ര ആൾക്കാരെ കൊന്നെന്നുള്ള ഇത് വെച്ചിട്ട് അതിന് കണക്കായിട്ടുള്ള കുറേ തലയൊക്കെയുള്ള ഒരു മാലയൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ കുറേ മാലകളൊക്കെ കാണാൻ പറ്റും പല പല ഷേപ്പിലാട്ടോ. ഓ എന്തൊക്കെ സാധനങ്ങളാണോ. അതൊക്കെ ഇടിലമ്പലത്തെ തോക്കുകളൊക്കെ കാണാൻ പറ്റും. ഒന്ന് ഇരുത്തി വലിക്കണം തോന്നിയാൽ അതിന് വലിക്കാനുള്ള സെറ്റപ്പ് വരെ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഒരുപാട് മാലകളും. ഓ ഇതാണ് വീടിൻ്റെ മുന്നിൽ ഭാഗം കേട്ടോ. മുന്നിൽ തന്നെ രണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് ആൾക്കാർ ഇങ്ങനെ നമ്മളെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഒരാൾ കത്തി പിടിച്ചിരിക്കുന്നുണ്ട്. ഇതാ നമ്മളെ ചെവിയിലെല്ലാം കണ്ട കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇതൊക്കെ ഇവർ മറ്റേ അരിയെല്ലാം കുത്തുന്ന പോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പന്നിയിൽ ഇതിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ലോങ്വ ടൗണ് എത്തുന്നതിന് തൊട്ട് മുന്നേ കേട്ടോ ഇത്. അതായത് അതിനൊരു 2 കിലോമീറ്റർ മുന്നേ ഉള്ളൊരു വീടാണ് റൈറ്റ് സൈഡിൽ. ഞങ്ങൾ ആരെങ്കിലും വരുവാണെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ട് കാണാം കേട്ടോ. ഒരുപാട് സംഭവമുണ്ട്. എന്താ പറയുക, ഒരുപാട് പഴയ പിന്നെ കൊത്തുപണികളും കാര്യങ്ങളും കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ലൊക്കേഷൻ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഈ കാണുന്നൊരു വീടാണ് ബാക്ക് സൈഡിൽ. പിന്നെ നല്ലൊരു അടിപൊളി സംഭവം, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പ്രായമായ ഒരു അച്ചാച്ചനും അമ്മമ്മയും അവർ രണ്ടാളുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആൾ പണ്ടത്തെ ഗൈഡും കാര്യമില്ലായിരുന്നു കേട്ടോ. ഇപ്പം കാലും കൈയൊക്കെ തളർന്ന് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ചില്ലറ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോം സ്റ്റേ എല്ലാം നടത്തുന്നുണ്ട് ഇവർ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടുന്ന് ഫുഡും കഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ. പിള്ളേർ പന്നീനെ ഓടിക്കാം കേട്ടോ. പന്നീൻ്റെ പുറകെ ഓടുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മളെ മെയിൻ ആളെത്തിയേട്ടാ. ഞാൻ ഒരുപാട് കാത്തിരുന്ന ഒരു ഹെഡ് ഹണ്ടർ. അയ്യോ, ആളെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് സന്തോഷമായിട്ടോ. കാരണം ഞാൻ കുറേ ഗ്രാമങ്ങളായി കയറി നടക്കുന്ന ഒരു ഹെഡ് ഹണ്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അവസാനം കണ്ടു കിട്ടി. ആളിതാ ഞാൻ ഉണ്ടായ സ്ഥലത്ത് വന്നു. അപ്പോഴേക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ എനിക്ക് സെർവ് ചെയ്തേട്ടാ. പിന്നെ ഫുഡെല്ലാം കഴിച്ചു. നമുക്ക് എന്താ പറയുക, മറ്റേ നമ്മളെ ബാമ്പ് പുഴുങ്ങിയതൊക്കെയാണ് കറിയായിട്ട് കിട്ടിയേട്ടാ. അതൊരു വെറൈറ്റി ആയിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ചതിന് ശേഷം ആളെ പിടിച്ച് ഞാൻ വണ്ടി കയറ്റേട്ടാ. ആൾക്ക് വണ്ടീൻ്റെ ഡോർ തുറക്കാൻ പോലും അറിയില്ല. അപ്പോൾ ഇതാ നമ്മളെ കൂടെ കണ്ട ആളെ നോക്കിയേ, ഹെഡ് ഹണ്ടറെ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര കേട്ടാ. ആളുടെ കയ്യിൽ ഇതാണ് സംഭവങ്ങളുണ്ട്. ഞാൻ ഒരു ലിഫ്റ്റ് കൊടുത്ത കേട്ടാ. ഞാൻ തൊട്ടപ്പുറത്ത് ഇറക്കാന്ന് വെച്ചിട്ട് കൂട്ടിയിട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ ലോങ്വ എന്ന് പറഞ്ഞ വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇതെന്ന് പറയുന്നത് മ്യാൻമാർ ഇന്ത്യ ബോർഡറാണ്. അപ്പോൾ അവിടെയാണുള്ളത്. ഈ കാണുന്നതെല്ലാം മ്യാൻമാറിൻ്റെ ഇന്ത്യൻ്റെ കോമൺ ആയിട്ടുള്ളൊരു സ്ഥലം പോലെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യ മ്യാൻമാർ അങ്ങോട്ട് കയറി കളിക്കുന്നുണ്ടെന്ന് വിഷയമില്ല. ഇവിടെ അങ്ങനെ ചെക്കിങ് പരിപാടി ഒന്നുമില്ല. ആർമി ഓഫീസേഴ്സൊക്കെ ഉണ്ട്, ആർമിക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ.
നമ്മൾ തൊട്ടപ്പുറത്തെ 0 പോയിന്റ് ഉണ്ട്, അവിടെ വരെ പോയിട്ട് വരട്ടെ. ഹെഡ് ഹണ്ടറെ കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പി ആട്ടോ. എന്തായാലും ലോങ് എത്തിയിട്ടുണ്ട്. ഇനി ലോങ് വേല ഇവിടുത്തെ 2-3 സ്പോട്ടുകളുണ്ട്, അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.